നമസ്കാരം. SKS വ്ളോഗ് ബൈ സുഹിത്ത് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയുടെ സീസൺ അവസാനിച്ചു. അതുകൊണ്ട് ചെന്നൈ വഴി നേരെ അയോധ്യയിലേക്കുള്ള യാത്രയുടെ സീസണാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ചെന്നൈയിലാണ് നിൽക്കുന്നത്. ചെന്നൈയിൽ നിന്നും വാരണാസി വഴി അയോധ്യയിലേക്കുള്ള യാത്രയാണ്. അതുതന്നെയായാലും അയോധ്യയിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളെല്ലാം നമ്മുടെ ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ. ചെന്നൈയിലെ പെരുമ്പൂർ സ്റ്റേഷനിൽ നിന്നാണ് അയോധ്യയിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ പെരുമ്പൂർ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ള വണ്ടി വരാൻ അധികം താമസമില്ല. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ വരുന്ന ഭാഗത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയോധ്യയിലേക്ക് പോകുന്നതിനുള്ള ഞങ്ങളുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ട്രെയിനിൽ കയറി ഞങ്ങളുടെ സീറ്റ് നമ്പറും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിച്ച് ഞങ്ങളൊന്ന് സെറ്റാകാം എന്ന് വിചാരിച്ചു. ബാക്കിയുള്ള വിശേഷങ്ങളുമെല്ലാം നമുക്ക് ട്രെയിനിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. എന്ത് തന്നെയായാലും ഒരു 2 ദിവസം നമുക്ക് ഈ ട്രെയിനിൽ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അയോധ്യയുടെ യാത്ര ഭക്തി സാന്ദ്രമാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു ഭക്തിഗാനം ആലപിക്കുകയാണ്. അപ്പോൾ ഭക്തിയോടുകൂടി തന്നെ രാമ ജന്മഭൂമിയിലേക്കുള്ള യാത്ര തുടങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് കണ്ടു മനസ്സിലാക്കാം. അങ്ങനെ 2 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ അയോധ്യ രാമ ജന്മഭൂമിയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശരിക്കും ഒരു എയർപോർട്ട് മാറി നിൽക്കുന്ന രീതിയിലുള്ള സവിശേഷതകളാണ് അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ശരിക്കും നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മുടെ ഈ അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനിലെ പരിസരവുമെല്ലാം. 24 മണിക്കൂറും അയോധ്യ ധാം അത് ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ക്ലീനിങ്ങിനൊക്കെ ആവുന്നുണ്ട്. അയോധ്യയിലേക്ക് ഒത്തിരി ജനങ്ങൾ എത്തുന്നത് കൊണ്ടായിരിക്കാം ഇത്രയും ക്ലിയറാക്കി ബോട്ടുകൾ, അതായത് ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും അയോധ്യ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്ന ഭക്തരാണ് അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനിൽ വിശ്രമിക്കുന്നത്. ഓരോ പ്രദേശത്തു നിന്നും സ്റ്റേറ്റുകളിൽ നിന്നും ഒന്നൊക്കെ വന്നിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഉത്തർപ്രദേശ് ഗവൺമെൻറ് അവർക്കായിട്ട് വാഹനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് താമസം ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വിഷ്വൽ കാണുന്ന സ്ഥലത്താണ്. ടെൻറ്റുകളായിട്ടാണ് നമുക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. വളരെ വൃത്തിയും അച്ചടക്കവും വ്യവസ്ഥകളോടും കൂടിയ രീതിയിലുള്ള ഒരു താമസ സൗകര്യം തന്നെയാണ് ഇവിടെ UP ഗവൺമെൻറ് വരുന്ന ഭക്തർക്കായിട്ടാണേലും വരുന്ന വോളണ്ടിയേഴ്സായിട്ട് വരുന്ന കാര്യകർത്താക്കന്മാർക്കായിട്ടാണേലും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഭക്തർക്കായാലും എല്ലാവർക്കും ഭക്ഷണവും യാത്രാ സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളെല്ലാം ഫ്രീയാണ് എന്നുള്ളതാണ്. അങ്ങനെ അയോധ്യയിലെത്തി വിശ്രമത്തിനൊക്കെ ശേഷം ഞങ്ങൾ രാവിലെ തന്നെ ക്ഷേത്ര ദർശനത്തിനായി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്ഷേത്ര ദർശനത്തിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഏകദേശമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അങ്ങോട്ടുള്ള വാഹനം ഞങ്ങൾക്ക് ഫ്രീ ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഞാൻ പറഞ്ഞിരുന്നല്ലോ. അയോധ്യ രാമമന്ദിറിലേക്കുള്ള പ്രവേശന കവാടത്തിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നതാണ് അയോധ്യ രാമമന്ദിറിലേക്കുള്ള പ്രധാന കവാടം. സൂര്യഭഗവാന്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഒരു ആർച്ചായിട്ട് ചെയ്തുകൊണ്ടാണ് അയോധ്യയിലേക്കുള്ള പ്രവേശന കവാടം ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും ഞങ്ങൾ വന്ന വാഹനം അങ്ങോട്ട് പോകുമായിരുന്നെങ്കിലും ഞങ്ങൾ ഇവിടെ ഒരു 2 കിലോമീറ്ററിന് ഇപ്പുറത്ത് തന്നെ ഇറങ്ങി. കാരണം അങ്ങോട്ട് നടന്നു പോകാമെന്ന് കരുതി, ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നടന്നു പോകാം എന്ന് കരുതി. അപ്പോൾ എന്ത് തന്നെയാലും ഇവിടെ ഇറങ്ങിയതിൽ വലിയ നഷ്ടമൊന്നുമില്ല. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ അയോധ്യ നഗരി കംപ്ലീറ്റ് പ്ലാസ്റ്റിക് വിമുക്തമാണ് എന്നുള്ളതാണ്. യാതൊരുവിധ മാലിന്യവുമില്ലാതെ ആണ് ഇവിടെ അയോധ്യ നഗരി കാണാൻ കഴിയുന്നത്. ക്ലീൻ ആൻഡ് ക്ലീൻ സിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അത്ര മനോഹരമാണ്. അയോധ്യയിലേക്ക് വരുന്ന ഭക്തരുടെ തിരക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ അയോധ്യ ക്ഷേത്രത്തിലേക്ക് രാമമന്ദിറിലേക്ക് പോകുന്നത് മുമ്പായിട്ട് സരയൂ നദി തീരത്ത് വന്ന് സ്നാനം ചെയ്തതിന് ശേഷം രാമമന്ദിറിലേക്കും ഹനുമാൻ ക്ഷേത്രത്തിലേക്കുമൊക്കെ പോകാമെന്ന് കരുതി. സരയൂ നദിയിലെ സ്നാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിരവധി ഭക്തരാണ് സരയൂ നദി തീരത്തേക്കും വന്നുകൊണ്ടിരിക്കുന്നത്.
മറ്റൊരു പ്രത്യേകത, സരയൂ നദീ തീരത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ വാരണാസിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ബോട്ടിങ് കാര്യങ്ങളൊക്കെ സരയൂ നദീ തീരത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സരയൂ നദിയിലൂടെ ഒരു ബോട്ട് യാത്രയും നടത്തിക്കളയാം എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ബോട്ട് സെലക്ട് ചെയ്ത് അതിലേക്ക് കയറി യാത്ര ചെയ്യാം എന്ന് വിചാരിച്ചു. വലിയ ചാർജൊന്നും ഇവർ ഈടാക്കുന്നില്ല. 100 രൂപയെ ഒരാൾക്ക് അവർ ചാർജ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നല്ലൊരു ദൂരം അവർ ആ ബോട്ടിൽ നമ്മളെ കൊണ്ടുപോയി അവിടുത്തെ ഒരു മനോഹാരിതയൊക്കെ കാണിച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ എവിടെയാണോ കൊണ്ടുപോയത് ആ സ്ഥലത്ത് കൊണ്ടുവന്നിറക്കും. അങ്ങനെ ഞങ്ങൾ 8 പേരടങ്ങുന്ന ഒരു സംഘമാണ് അയോധ്യയിലേക്ക് വന്നതെങ്കിലും ഞങ്ങൾ 4 പേര് 2 ബോട്ടിലായിട്ടാണ് സഞ്ചരിച്ചത്. കാരണം അവർ ആദ്യമായി കയറിയ ഒരു ബോട്ടിലേക്ക് ആൾ ഫില്ലായത് കാരണം ഞങ്ങൾക്ക് കയറാൻ സാധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ മറ്റൊരു ബോട്ടിൽ സരയൂ നദിയിലൂടെ ഒരു മനസ്സിന് കുളിർമയും ഒക്കെ നൽകുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ട് യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ സരയൂ നദിയിലെ ആ യാത്രയും എല്ലാം നടത്തിയതിന് ശേഷം ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് നമ്മൾ ആകാംക്ഷയുടെ മുൾമുനയിലേക്ക് എത്തിച്ച ആ ഒരു സ്ഥലത്തേക്കാണ്, രാമക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ സരയൂ നദിയിലെ കാഴ്ചകൾ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ രാം മന്ദിറിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമാണ് ഏകദേശം ഉള്ളത് എന്നാണ് നമുക്ക് അവിടെ എഴുതി വെച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ രാമക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ രാജവീതിയിലെല്ലാം ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏകദേശം ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിരാവിലെ തന്നെ പോകുന്നത് കൊണ്ടാണ് ഈ ഒരു ക്രൗഡ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു ഇച്ചിരി കൂടെ കഴിഞ്ഞാൽ നല്ലൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ രാമക്ഷേത്രത്തിലേക്കുള്ള നടപ്പാതയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 2 വരിയിലായിട്ടാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി ജനങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് കുറച്ചും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേറെ ഒരു ക്യൂ, പുരുഷന്മാർക്ക് വേറെ ഒരു ക്യൂ ആണ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും വളരെ കുറച്ച് ഭക്തർ മാത്രമേ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് എത്തുന്നുള്ളൂ. കാരണം ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. മറ്റൊരു പ്രത്യേകത, ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോഴും അവിടെയെല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. എവിടെ വേണേലും നമുക്ക് നിലത്താണേലും ഇരിക്കാം എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് കാണുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ബാഗ് കാര്യങ്ങളെല്ലാം കയറ്റില്ല. അപ്പോൾ ബാഗ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ലോക്കറിൽ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ചെരുപ്പും സൂക്ഷിക്കാനൊക്കെ ഇവിടെ സ്ഥലങ്ങളുണ്ട്. അതിനൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അവരെ നമ്മൾ ബാഗ്, ചെരുപ്പ് ഇതെല്ലാം കൊടുത്തതിന് ശേഷം അവിടുന്ന് ഒരു റെസിപ്റ്റ് തരും. അത് നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിനകത്ത് കയറി ഒരു വീഡിയോ എടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല. എന്തായാലും ശ്രമിച്ചു നോക്കാം. അങ്ങനെ ശ്രീരാമൻ്റെ അടുത്ത് ഞങ്ങളെത്തി. ശ്രീരാമക്ഷേത്രത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇതൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ഇതിൻ്റെ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റി. അത് വളരെ വളരെ സന്തോഷമുണ്ട്. 2024 ജനുവരി 22-ാം തീയതിയാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. ജനുവരി 23-ാം തീയതി തന്നെ ക്ഷേത്രം ഭക്തർക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം പരമ്പരാഗത നാഗർ ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് 380 അടി നീളവും 250 അടി വീതിയും 161 അടി ഉയരവുമാണ് ഉള്ളത്. ക്ഷേത്രം 3 നിലകളിലാണ് ഉള്ളത്. ഓരോ നിലയും 20 അടി വീതമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ക്ഷേത്രത്തിന് ആകെ 392 തൂണുകളും 44 വാതിലുകളുമാണ് ഉള്ളത്. കൂടാതെ നൃത്തമണ്ഡപം, രംഗമണ്ഡപം, സഭാമണ്ഡപം, കീർത്തന മണ്ഡപം എന്നിങ്ങനെ 5 മണ്ഡപങ്ങളും ഉണ്ട്. കിഴക്ക് നിന്നാണ് പ്രവേശനം. 32 പടികൾ കയറി വേണം ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്താൻ. ക്ഷേത്ര കോമ്പൗണ്ടിൽ 4 കോണുകളിലായി 4 ക്ഷേത്രങ്ങളുണ്ട്. സൂര്യദേവൻ, ഭഗവതി, ഗണപതി, മഹേശ്വരൻ എന്നിങ്ങനെ 4 പ്രതിഷ്ഠകളാണ് ഉള്ളത്. വടക്കു ഭാഗത്ത് അന്നപൂർണ ക്ഷേത്രവും തെക്കു ഭാഗത്ത് ഹനുമാൻ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ രാമക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളിലെല്ലാം പങ്കെടുത്തതിന് ശേഷം വളരെ വൈകിയാണ് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ പുറത്തിറങ്ങിയത്. അപ്പോൾ ഇന്നെന്തായാലും ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റുകയില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നാളെ അതിരാവിലെ തന്നെ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഹനുമാൻ ഗുഡിയിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി ഭക്തരാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. അത്രയും തിരക്കാണിപ്പോൾ ഈ ദിവസങ്ങളിൽ അയോധ്യയിൽ അനുഭവപ്പെടുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ അയോധ്യയിൽ ഉത്തർപ്രദേശ് പോലീസാണെങ്കിലും കേന്ദ്രസേനയാണെങ്കിലും ഇവിടെ വരുന്ന ഭക്തരോടും മറ്റും വളരെ മര്യാദയോടുകൂടിയും വളരെ സൗമ്യത്തോടു കൂടിയുമാണ് സംസാരിക്കുന്നുള്ളതാണ് വളരെ വിശേഷമായിട്ട് പറയാനുള്ളത്. കാരണം അത് നമുക്ക് ശരിക്കും മനസ്സിലായൊരു കാര്യം തന്നെയാണ്.
കാരണം നമ്മൾ ഈ ഒരു ക്യൂവിൽ കൂടെ ഒന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അവരോട് പറയണം സാർ നമുക്കൊന്ന് അപ്പുറത്തോട്ടൊന്ന് പോകണമെന്ന് പറഞ്ഞാൽ അവർ തന്നെ നമ്മളെ ആ ഒരു ക്യൂവിലൂടെ അപ്പുറത്തെത്തിക്കുകയും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഞങ്ങളുടെ ഹെൽപ്പ് വേറെ എന്തെങ്കിലും വേണോ, ആ ഒരു രീതിയിലാണ് അവരുടെ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. ശരിക്കും അതൊക്കെ നമ്മളെ ഒരു വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതും നമുക്കിത് പ്രത്യേകം പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ്. ശരിക്കും ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് വോളണ്ടിയർമാരായിട്ടാണ്. അപ്പോൾ ഹനുമാൻഗഡിയിൽ തന്നെയാണ് ഞങ്ങളെ വോളണ്ടിയേഴ്സായിട്ട് നിയമിച്ചിരിക്കുന്നതും. ഇവിടെ ഒരു ഭക്ഷണശാലയുണ്ട്, അവിടെയാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ഡ്യൂട്ടി. അപ്പോൾ ഡ്യൂട്ടിക്ക് കയറുന്ന മുമ്പ് ഈ ക്യൂവിൽ നിന്നുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ കയറി എത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ ദർശനവും കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. പുറത്തെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെ, അതായത് ആ ശ്രീകോവിലിൻ്റെ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഇവിടെയും വളരെ വലിയൊരു സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒത്തിരി ഭക്തജനങ്ങൾ വരുന്നത് കൊണ്ടും ഇവിടെ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കേന്ദ്ര സേനകളായിട്ടാണേലും എല്ലാവരും എന്ത് തന്നെയായാലും ഇവിടെ വന്നതിന് ശേഷം നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാകും. കാരണം നിരവധി ഭക്തർ, ഒത്തിരി ഭക്തരാണ് ഹനുമാൻ സ്വാമിയാണേലും ശ്രീരാമസ്വാമിയാണേലും കാണുന്നതിന് വേണ്ടിയിട്ട് പല ദേശത്തു നിന്നും ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയേണ്ടത്, എത്ര തിരക്ക് ഇവിടെ ഉണ്ടെങ്കിലും തമ്മിൽ ഒരു വഴക്കോ കാര്യങ്ങളോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത്ര സ്നേഹത്തോടു കൂടിയാണ് ഭക്തജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തു പോകുന്നത്. അപ്പോൾ അങ്ങനെ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൻ്റെ പറ്റ തന്നെയുള്ള ഒരു ഭക്ഷണശാലയിലാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സേവനമാണ്. 10 ദിവസത്തെ സേവനം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ സേവനം ചെയ്യുന്നത് ഒരിക്കലും ഞാൻ ഈ വീഡിയോയിലൂടെ പകർത്തി എൻ്റെ സുഹൃത്തുക്കളെയും നിങ്ങളെയും ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതിനുശേഷമുള്ള വീഡിയോ ആയിരിക്കും ഇനി കാണാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇനി നമുക്ക് അയോധ്യ നഗരിയിലെ ചരിത്രമുറങ്ങുന്ന സ്ഥലങ്ങളും പുരാതന വാസ്തുശൈലിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളും അവയുടെ മനോഹാരിതയും ചരിത്ര പ്രാധാന്യവും ഐതിഹ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു യാത്ര നടത്താം. ഉത്തർപ്രദേശിലെ പുണ്യനഗരമായ അയോധ്യയ്ക്ക് ശ്രീരാമന്റെ ജന്മസ്ഥലമെന്ന നിലയിൽ മതപരവും ചരിത്രപരവുമായ പ്രാധാന്യമുണ്ട്. രാമായണം, മഹാഭാരതം തുടങ്ങിയ പുരാതന ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചതോടെ അയോധ്യ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറി. സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന അയോധ്യ തീർത്ഥാടകരെയും ചരിത്രകാരന്മാരെയും വിനോദസഞ്ചാരികളെയും ആകർഷിച്ചിരിക്കുന്നു. അയോധ്യയുടെ വിവിധ വശങ്ങൾ അതിൻ്റെ പുരാതന ഉത്ഭവം മുതൽ ക്ഷേത്രത്തിൻ്റെ മഹത്വം വരെ പരിവേഷണം ചെയ്യാം. അതേസമയം അതിൻ്റെ സമ്പന്നതയ്ക്ക് കാരണമാകുന്ന കുറച്ച് അറിയപ്പെടാത്ത വസ്തുതകളും നമുക്ക് കണ്ടെത്താം. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് പുരാതന കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനവും ശ്രീരാമന്റെ ജന്മസ്ഥലവുമായിരുന്നു അയോധ്യ. ദശരഥ രാജാവ് ഭരിച്ചിരുന്ന ഈ നഗരം സമ്പന്നവും യോജിപ്പുള്ളതുമായ ഒരു രാജ്യമായി വിശേഷിപ്പിക്കപ്പെട്ടു. 1992 ചില ഹൈന്ദവ വിശ്വാസികൾ ബാബറി മസ്ജിദ് തകർക്കുകയും അതിനെ തുടർന്ന് ലിബർഹാൻ കമ്മീഷന് കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി അപ്പോയിൻമെന്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് ബാബറി മസ്ജിദ് സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി വരുന്നതുവരെ തർക്കവിഷയമായി തുടരുകയും 2019 രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള അനുമതിയും ലഭിച്ചു. ഹിന്ദു പ്രപഞ്ച ശാസ്ത്രമനുസരിച്ച് പുരാതന യുഗമായ ത്രേതായുഗം മുതൽ ഈ നഗരം നിലനിന്നിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ അയോധ്യയിൽ ഹനുമാൻ പ്രതിഷ്ഠയുള്ള ഹനുമാൻ ഗർഹി ക്ഷേത്രവും സീതാദേവി അയോധ്യയിൽ താമസിച്ച സമയത്ത് ഭക്ഷണം പാകം ചെയ്ത സ്ഥലമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ആയിരക്കണക്കിന് മൺവിളക്കുകളോടെ ആഘോഷിക്കുന്ന നഗരത്തിലെ വാർഷിക ദീപോത്സവം അതിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ ഊർജ്ജസ്വലതയെ പ്രകടമാക്കുന്നു. പുരാണകഥകളും സാംസ്കാരിക പരിണാമവും മതപരമായ പ്രാധാന്യവും കൊണ്ട് നെയ്തെടുത്തതാണ് അയോധ്യയുടെ ചരിത്രം. തീർത്ഥാടകരും വിനോദസഞ്ചാരികളും അയോധ്യ സന്ദർശിക്കുന്നത് തുടരുമ്പോൾ ഈ നഗരം വിശ്വാസത്തിൻ്റെ ശാശ്വതമായ ചൈതന്യത്തിൻ്റെ തെളിവായി നിലകൊള്ളുന്നു. 1988 അഹമ്മദാബാദിലെ സോംപുര കുടുംബമാണ് ശ്രീരാമക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ രൂപകൽപ്പന തയ്യാറാക്കിയത്.
ആദ്യത്തേതിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി, അതായത് വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി 250 അടി വീതിയും 380 അടി നീളവും 161 അടി ഉയരവുമുള്ള ഒരു പുതിയ ഡിസൈൻ 2020 സോമ്പുര തയ്യാറാക്കി. 366 തൂണുകൾ ഉണ്ടെന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അതിന് പ്രകാരം മേളിലേക്കുള്ള നിലയുടെ വർക്ക് പൂർത്തീകരിച്ചിട്ടില്ല, അത് പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. അതും പ്രകാരമുള്ള തൂണിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും കൈകൊണ്ടാണ് കൊത്തിയെടുക്കുന്നത്. മെഷീൻ വഴി അതിൻ്റെ ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം കൈകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലുള്ള ഡിസൈൻ എല്ലാം ഇവർ കൊത്തിയെടുക്കുന്നത്. പിങ്ക് സ്റ്റോണാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. തൂണുകളിൽ ശിവൻ്റെ അവതാരങ്ങൾ, 10 ദശാവതാരങ്ങൾ, 64 ചൗസത് യോഗിനികൾ, സരസ്വതി ദേവിയുടെ 12 അവതാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിഗ്രഹങ്ങൾ വീതമാണ് തൂണുകളിൽ കൊത്തുപണി ചെയ്തിരിക്കുന്നത്. വിഷ്ണു ക്ഷേത്രങ്ങളുടെ രൂപകൽപ്പന പോലെ തന്നെ ശ്രീകോവിൽ അഷ്ടകോണാകൃതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ്റെ ബാലരൂപമായ രാംലല്ലയാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. 5 വയസ്സുള്ള ബാലകന്റെ രൂപത്തിൽ സ്വർണ്ണ നിർമ്മിതമായ അമ്പും വില്ലും ധരിച്ച് വൈഷ്ണവ തിലകമണിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായി കിഴക്ക് ദർശനമായാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. വൈഷ്ണവ പ്രധാനമായ കൃഷ്ണശിലയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. പ്രതിഷ്ഠയുടെ ശിരസിന് ചുറ്റും സ്വസ്തിക, ഓം തുടങ്ങിയ ചിഹ്നങ്ങളും മഹാവിഷ്ണുവിൻ്റെ അടയാളങ്ങളായ ശംഖ്, സുദർശന ചക്രം, ഗദ തുടങ്ങിയവയും കൊത്തിവെച്ചിട്ടുണ്ട്. കൂടാതെ പ്രതിഷ്ഠയുടെ വശങ്ങളിലായി മഹാവിഷ്ണുവിൻ്റെ പ്രധാന 10 അവതാരങ്ങളെയും കൊത്തിവെച്ചിട്ടുണ്ട്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ശ്രീബുദ്ധൻ, കൽക്കി എന്നീ ക്രമത്തിലാണ് ദശാവതാരങ്ങൾ കാണപ്പെടുന്നത്. മാലകളും മറ്റും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതിനാൽ ദശാവതാരങ്ങളെ അത്ര എളുപ്പത്തിൽ കാണാൻ സാധിച്ചെന്ന് വരില്ല. കൂടാതെ പ്രതിഷ്ഠയുടെ മുൻപിലായി ഹനുമാനെയും മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന രാംലല്ലയുടെ ചെറിയ പ്രതിഷ്ഠ പുതിയ പ്രതിഷ്ഠയുടെ തൊട്ടു താഴെ തന്നെ ഉത്സവമൂർത്തിയായി പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുമുണ്ട്. അതിനാൽ രാംലല്ലയുടെ 2 പ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിൽ ഉള്ളത്. കൂടാതെ രാംലല്ലയുടെ ശ്രീകോവിലിൻ്റെ മുഖമണ്ഡപത്തിൽ മഹാവിഷ്ണുവിനെ ലക്ഷ്മി സമേതനായി അനന്തശയന രൂപത്തിലും സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ശ്രീരാമക്ഷേത്രത്തിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞാലും തീരില്ല. പക്ഷേ എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. കാരണം വീഡിയോ ഇപ്പോൾ തന്നെ ഇച്ചിരി ലെങ്ത് കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ ഗുഡ് ബൈ.